തെന്നാലിരാമന്റെ നരബലി. പ്രജാക്ഷേമ തൽപരനായിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായ മഹാരാജാവ് ധാരാളം ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമായിരുന്നു. വളരെ കാലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു തുംഗഭദ്ര നദിക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളത്. അതിനായി പല സാങ്കേതിക വിദഗ്ധന്മാരെയും നാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവർ ആവശ്യപ്പെട്ട സാധന സാമഗ്രികളെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അനേകം ആളുകളുടെ നിരന്തര പരിശ്രമത്താൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ പാലം മാസങ്ങൾക്കുള്ളിൽ തകർന്നു വീഴുകയാണുണ്ടായത്. അത് കൃഷ്ണദേവരായർക്ക് വളരെ സങ്കടമുണ്ടാക്കിയ സംഭവമായിരുന്നു. നരബലി കൊടുക്കാതെ പാലം പണി തീർത്തതിനാലാണ് അത് തകർന്നു വീണതെന്നായിരുന്നു പലരുടെയും അഭിപ്രായം. കാട്ടിലും മേട്ടിലും നദിക്കരയിലും ഭൂതത്താന്മാരുടെ അധിവാസമുണ്ടായിരിക്കുന്നതാണ്. മനുഷ്യക്കുരുതി നടത്തി ഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ തുംഗഭദ്ര നദിക്ക് മീതെ എത്ര പാലങ്ങൾ പണിതുയർത്തിയാലും അവയുടെ എല്ലാം ഗതി ഇതുതന്നെയായിരിക്കും. ജനങ്ങളുടെ അഭിപ്രായത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പല തൽപര കക്ഷികളും മഹാരാജാവിനെതിരായി രംഗപ്രവേശം ചെയ്തു. ലക്ഷ്യബോധമില്ലാതെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തുണ്ടാക്കുന്ന ഖജനാവിലെ പണം കൃഷ്ണദേവരായർ ദുർവിനിയോഗം ചെയ്യുകയായിരുന്നുവരെ ആരോപണങ്ങൾ ഉയർന്നു. എല്ലാം കൊണ്ടും സ്വസ്ഥത നഷ്ടപ്പെട്ട മഹാരാജാവ് ദുഃഖിതനായി. നരബലി നടത്തുകയെന്നത് പൈശാചിക പ്രവൃത്തിയാണ്. നിരപരാധിയായ ഒരു മനുഷ്യനെ പിടിച്ച് ഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി കുരുതി കൊടുക്കുകയോ? പാലം പണി തീർക്കേണ്ടത് ആവശ്യമെങ്കിൽ രാജധർമ്മം കാത്തുസൂക്ഷിക്കുന്നതിന് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊലപ്പെടുത്താതിരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ചെകുത്താനും കടലിനും നടുവിലകപ്പെട്ടവനെ പോലെ കൃഷ്ണദേവരായർ ആശയക്കുഴപ്പത്തിൽപ്പെട്ട് ചെയ്യേണ്ടതെന്തെന്നറിയാതെ പരിതപിച്ചു. മഹാരാജാവിൻ്റെ മാനസികാവസ്ഥ കണ്ടറിഞ്ഞിട്ടെന്ന പോലെ അദ്ദേഹത്തെ സമീപിച്ച് തെന്നാലിരാമൻ ചോദിച്ചു, പ്രഭോ, ആസ്ഥാനത്തുള്ള അങ്ങയുടെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണാവോ? രാമ, തുംഗഭദ്ര നദിക്കു മീതെ നാം പണി കഴിപ്പിച്ച പാലം തകർന്നു വീണതിനെക്കുറിച്ച് ഓർത്തുള്ള പ്രയാസമാണ് നമ്മുടേത്. അത്രയുള്ളോ? പാലം തകരുന്നതും വീഴുന്നതുമെല്ലാം സർവ്വസാധാരണ കാര്യങ്ങളാണ് തിരുമേനി. പ്രഭോ, പണിയുന്ന പാലം പൊഴിഞ്ഞു വീഴാതെ നിൽക്കണമെങ്കിൽ നരബലി കൊടുക്കണം, അത്രയുള്ളോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭൂതങ്ങൾ കോപിച്ച് പണി തീർത്ത പാലം പൊളിച്ചു കളയുമെന്നാണ് ജനവിശ്വാസം. നരബലി നടത്താമല്ലോ, അത് മഹാപാപമല്ലേ രാമ? ചിലപ്പോൾ പാപം പുണ്യമാകുന്ന സന്ദർഭം ഉണ്ടാകും പ്രഭോ. അതെങ്ങനെയാണ് രാമ? അത് അടിയൻ പിന്നാലെ അറിയിച്ചുകൊള്ളാം. അവിടുന്ന് പാലം പണി തീർക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചുകൊള്ളൂ. വീണ്ടും തുംഗഭദ്ര നദിക്ക് മീതെ പുതിയ പാലം പണിതുയർത്തപ്പെട്ടു. മഹാരാജാവ് പുതിയ പാലം ഉദ്ഘാടനം ചെയ്യുന്നത് കാണുന്നതിനായി ധാരാളം ആളുകൾ ഇരു കരകളിലും തടിച്ചുകൂടി. എന്നാൽ പാലത്തിൻ്റെ രണ്ടറ്റങ്ങളിലും ഇരുവശങ്ങളിലുമായി നാട്ടിവെക്കപ്പെട്ടിരുന്ന കഴുമരങ്ങൾ കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. ഇവ എന്തിനാണാവോ? ഏവരുടെയും മനസ്സിൽ ഉയർന്നു നിന്ന ചോദ്യം അതായിരുന്നു. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടിരുന്ന 4 കുറ്റവാളികളെ കാരാഗൃഹാധികാരികൾ അവിടെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ പേരിലുണ്ടായിരുന്ന കുറ്റപത്രങ്ങളും വിധി നടപ്പാക്കേണ്ട തീയതിയും പൊതുജനങ്ങളെ വിശദമായി വായിച്ചു കേൾപ്പിച്ചു. ആ കുറ്റവാളികളുടെ മരണശിക്ഷ നടപ്പാക്കേണ്ട ദിവസം അന്നുതന്നെയായിരുന്നു. രാജാവിൻ്റെ പ്രതിനിധിയായ തെന്നാലിരാമൻ പറഞ്ഞു, ജനങ്ങളെ, നരബലി സമർപ്പിക്കാത്തതിനാൽ ഭൂതങ്ങൾ കോപിച്ച് പാലം തകർത്തു കളഞ്ഞതാണെന്ന് ഇനി നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഇവിടെ ഹാജരാക്കപ്പെട്ടിട്ടുള്ള കുറ്റവാളികളുടെ കൃത്യങ്ങളും ശിക്ഷ നടപ്പാക്കേണ്ട ദിവസവും നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇതാ, ഒരാൾക്ക് പകരമായി 4 മനുഷ്യരെ ഭൂതത്താന്മാരുടെ തൃപ്തിക്കായി ബലി കഴിക്കുവാൻ പോവുകയാണ്. ഇനി പാലം തകരുകയില്ല. ആ പാലം നിങ്ങളുടെ യാത്രാ സൗകര്യത്തിനായി നമ്മുടെ പൊന്നു തിരുമനസ് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. മഹാരാജാവ് വിജയിക്കട്ടെ. ജനങ്ങൾ ഒന്നടങ്കം കൃഷ്ണദേവരായർക്ക് വിജയാശംസകൾ നേർന്നു.